ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. തകർപ്പൻ പ്രകടനമാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഫിഫ ബെസ്റ്റ് പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി. അർഹിച്ച കൈകളിൽ തന്നെയാണ് അത് എത്തിയത് എന്നാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അതിനു പിന്നാലെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫൈനൽ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയത് വിനി തന്നെയാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും വിനീഷ്യസിനെ കുറിച്ച് ജർമ്മൻ ഇതിഹാസമായ ലോതർ മത്തയൂസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വിനീഷ്യസ് ജൂനിയർ ഒരു പുതിയ നെയ്മർ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മറുടെ ടാലന്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അഭിപ്രായം. പക്ഷേ സ്വഭാവത്തിന്റെ കാര്യത്തിൽ അഥവാ ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ വിനീഷ്യസ് ജൂനിയർ നെയ്മർ ജൂനിയറെ മാതൃകയാക്കരുത് എന്ന ഒരു ഉപദേശവും മത്തയൂസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം വിനീഷ്യസ് ജൂനിയർ ഒരു പുതിയ നെയ്മർ തന്നെയാണ്. നെയ്മറെ പോലെ വളരെയധികം ടാലന്റ് ഉണ്ട്. പക്ഷെ സ്വഭാവം നെയ്മറെ പോലെ തന്നെയാണ്. തൻ്റെതായ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. കാണികളെ പ്രകോപിപ്പിക്കുന്നു, എതിർ താരങ്ങളുമായി വഴക്കിടുന്നു, ആംഗ്യങ്ങളിലൂടെ പ്രകോപനം നടത്തുന്നു. വിനീഷ്യസിന് നല്ല വേഗതയുണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്, എല്ലാം വേൾഡ് ക്ലാസ് ആണ്. പക്ഷെ പെരുമാറ്റം തെറ്റായ പാതയിലാണ്. അക്കാര്യത്തിൽ നെയ്മർ ജൂനിയറെ അദ്ദേഹം ഒരിക്കലും റോൾ മോഡലാക്കരുത്. ഇതാണ് ജർമ്മൻ ഇതിഹാസമായ ലോതർ മത്തയൂസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വിനീഷ്യസ് ജൂനിയർക്ക് സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ബൂട്ട് കൊണ്ട് അതിനെല്ലാം മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതേസമയം നെയ്മർ ജൂനിയർ ഇപ്പോൾ യൂറോപ്പിന് പുറത്താണ്. അദ്ദേഹത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കൊണ്ടുവന്നാണ്.